ട്രംപിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, നരേന്ദ്രമോദിയുമായി മികച്ച സൗഹൃദമാണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് എന്റെ പ്രശ്നം. ആ പ്രശ്നം ഇടക്കാലത്തെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ? അത് എളുപ്പമല്ല. അത് ട്രംപ് വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല. കാരണം ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റഷ്യയുമായിട്ട് ഇന്ത്യ ഇന്നും ഇന്നലെയും സഹകരിക്കാൻ തുടങ്ങിയതല്ല. നിരവധി സന്ദർഭങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ റഷ്യ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും കടപ്പാടില്ലാത്ത, ചെയ്ത സഹായങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ഒരു രാഷ്ട്രമല്ല. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നന്ദികേട് എന്നൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല. അത് ട്രംപ് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനി ട്രംപ് തലയും കുത്തി നിന്നാലും ശരി, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പരിപാടി മോദി അവസാനിപ്പിക്കില്ല. അല്ലെങ്കിൽ റഷ്യ ക്രമാതീതമായി വില കൂട്ടണം. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയ വിലയ്ക്ക്, അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് റഷ്യ, വ്ളാദിമിർ പുടിൻ ക്രൂഡ് ഓയിൽ നമുക്ക് അതിനേക്കാൾ കൂടിയ വില ഇതിന് കൊടുക്കാൻ തുടങ്ങിയാൽ ഇന്ത്യ ഒരു പക്ഷേ റഷ്യയുടെ എണ്ണ വേണ്ടെന്ന് പറയും. എവിടെ എണ്ണ വില കുറച്ച് കിട്ടുമോ അവിടുന്ന് വാങ്ങും. നമ്മുടെ പോളിസി വളരെ ക്ലിയറാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രി ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എസ് ജയശങ്കർ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്, വളരെ വിശാലമായ ലോകമാണ്. ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വില കുറച്ച് എവിടുന്ന് എണ്ണ കിട്ടുമോ അവിടുന്ന് ഞങ്ങൾ വാങ്ങും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഏറ്റവും എളുപ്പത്തിൽ അത് ഇവിടെ എത്തിക്കാൻ പറ്റണം. ആ ക്രൂഡ് ഓയിൽ ഇവിടെ എത്തിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് പെട്രോളായിട്ടും ഡീസലായിട്ടും കെറോസിനായിട്ടും LPG ആയിട്ടും ഒക്കെ നമ്മൾ പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. എന്തിന് റഷ്യയോട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന യുക്രൈൻ, സെലൻസ്കിയുടെ ഉക്രൈൻ ഡീസലും വാങ്ങുന്ന ഇന്ത്യന്നാണ്. പെട്രോളും ഏതാണ്ട് ചെറിയൊരളവെങ്കിലും വാങ്ങുന്നുണ്ടെന്നാണ് അറിവ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വരുമാനം കിട്ടണം. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ, കുതിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ അതേ താളത്തിൽ നിലനിർത്തണം. നമുക്കറിയാം, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ആരും പണക്കാരാകത്തില്ല, അല്ലേ? ഈ പഴയൊരു ചൊല്ലുണ്ട്, ദരിദ്രനായിട്ട് ജനിക്കുന്നത് കുറ്റമല്ല, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് കുറ്റമാണ്, തെറ്റാണ്, അത് പാടില്ല. കാരണം ഈ ജീവിതകാലം മുഴുവനും എനിക്ക് അധ്വാനിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ബുദ്ധിപൂർവം അധ്വാനിച്ച് പണം നേടി ആവശ്യത്തിന് ചെലവഴിച്ച് ആവശ്യത്തിന് സമ്പാദിച്ച് അതുകൊണ്ട് ആ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം, അല്ലേ? ഇന്ത്യ അതാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രവും ചെയ്യുന്നത്. നമുക്ക് ഇല്ലാത്ത സാധനം നമ്മൾ മറ്റു പലരുടെ കയ്യിൽ നിന്നും വാങ്ങും. അതിൽ ഏറ്റവും വില കുറച്ച് ആര് തരുന്നു അവരുടെ നിന്ന് വാങ്ങും. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ട്രംപിനിത് മനസ്സിലാകാഞ്ഞിട്ടല്ല. ട്രംപിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, നിങ്ങൾ ഡോളർ കൊടുത്ത് വാങ്ങിയാൽ ഞങ്ങൾ അംഗീകരിക്കാം. എന്തിനാ ഈ ഡോളർ കൊടുത്ത് വാങ്ങുന്നത്? റഷ്യ പറയാണ്, നിങ്ങൾ ഇന്ത്യൻ രൂപ തന്നാൽ മതി, ഞങ്ങൾ തരാം. അപ്പോൾ ആ ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് റഷ്യക്ക് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് വേറെ ഏതൊക്കെ രാജ്യങ്ങൾ ക്രയവിക്രയം നടത്തുന്നോ അവരുമായിട്ടെല്ലാം ആ പണം കൊടുത്ത് റഷ്യക്ക് സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഡോളറിന് ബദലായി ഇന്ത്യൻ രൂപ വളരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, 140 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ കറൻസിയാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ വേറെ രാജ്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ ഇതിന് സ്വീകാര്യത കൂടുക. ഇവിടെ ഡോളറിൽ കച്ചവടം നടക്കുന്നില്ല, പകരം ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടക്കുന്നു. ഇറാനുമായിട്ട് ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടക്കുന്നു. UAE-യുമായിട്ട് ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടക്കുന്നു. ഖത്തർ അതിന് തയ്യാറായി വരുന്നു. ഇപ്പം നിലവിൽ റഷ്യ അങ്ങനെയാണ് ചെയ്യുന്നത്. നാളെ ഇനി ചൈനയും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ട്രംപിന് ഹാലളകും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ട്രംപിന് നമ്മൾ എണ്ണ എവിടുന്ന് വാങ്ങുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അത് ഡോളറിൽ വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ ആ ഡോളറിൻ്റെ അതീശത്വം, പെട്രോ ഡോളർ എന്ന് പറയുന്ന, അതും നമ്മൾ ഇനിയിപ്പോൾ ഗോൾഡാണ് വാങ്ങുന്നതെങ്കിലും പ്രശ്നമില്ലായിരുന്നു, ക്രൂഡ് ഓയിൽ നമ്മളിതിൽ വാങ്ങുന്നു എന്നുള്ളതാണ്, ഇന്ത്യൻ രൂപയിൽ വാങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന പ്രധാന കാര്യം. അത് സഹിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അതിപ്പോൾ ട്രംപ് പോയി നാളെ ബൈഡൻ വന്നാലും നാളെ
ഹിലാരി വന്നാലും അല്ല കമല വന്നാലും ആര് വന്നാലും അവരെ സംബന്ധിക്കുന്നത് ഡോളറിൽ കച്ചവടം നടത്തണം. ഡോളർ വിട്ടുള്ള ഒരു കളിയില്ല. ഈ ഡോളർ വിട്ട് കളിക്കാൻ അമേരിക്ക തയ്യാറില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും നമ്മളോട് ഒരു എന്താ പറയുക വിദ്വേഷം തോന്നുന്നത്. മറ്റൊരു പ്രശ്നവുമില്ല അതിനകത്ത്. തന്നെ നിരാശപ്പെടുത്തുന്നു. അവരെ നിരാശപ്പെടുത്തുന്നത് അതാണ്. ഈ ഇന്ത്യ ഒരു വലിയ, നമ്മൾ വളരെ ബുദ്ധിപൂർവമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനിടയിൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ, ഈ രൂപയുടെ മൂല്യം ഇടിയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഇനി അധികം നാൾ ട്രംപിനെ വെല്ലുവിളിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം? അല്ല, അത് ഈ ഡോളറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഡോളർ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ഡോളർ മടക്കി കിട്ടുന്നു. ആ ഡോളർ ഇന്ത്യയിലേക്ക് വന്ന് കൺവെർട്ട് ചെയ്യും. ഈ ഡോളർ ഇവിടെ നമ്മൾ വിദേശ നാണ്യമായിട്ട് വിദേശ നാണയമായിട്ട് നമ്മൾ കരുതൽ ശേഖരത്തിലുണ്ട്. നമുക്ക് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് നമ്മൾ ശേഖരിക്കുന്നത് ഡോളറാണ്. കാരണം ആ ഡോളർ ഉപയോഗിച്ചാണ് നമ്മൾ പല കച്ചവടങ്ങളും വേറെ നടത്തുന്നത്. അത് ഇപ്പോൾ ആ ഡോളർ നമുക്ക് അളവ് കുറഞ്ഞാൽ, ഇന്നിപ്പം എനിക്ക് കിട്ടിയ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അമേരിക്കയുടെ കൈവശം എത്ര ഡോളർ നീക്കിയിരിപ്പുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഡോളർ ഇന്ന് സൗദിയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം സൗദി ഈ എണ്ണ മുഴുവനും വിൽക്കുന്നതും അവരുടെ കച്ചവടങ്ങൾ മുഴുവനും അവർ ഡോളറിലാണ് ചെയ്യുന്നത്. സൗദിയിൽ റിയാലുണ്ട്, പക്ഷെ പുറം രാജ്യങ്ങളുമായിട്ട് അവർ വ്യവസായം ചെയ്യുന്ന മുഴുവനും ഡോളറിലാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഡോളർ കടം കൊടുക്കാൻ അവർക്ക് സാധിക്കും. കാരണം അവരുടെ കയ്യിൽ ഡോളറുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലും ഒരു നിശ്ചിത, ഇപ്പം എനിക്ക് തോന്നുന്നു 600 ലക്ഷം അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. ഞാൻ കൃത്യമായ സംഖ്യ അറിയില്ല, അതറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. അറിയാമായിരുന്നു, പണ്ട് നമ്മളിത് ചർച്ചയിൽ പലരും നമ്മളോടൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം ഞാൻ ആ കൃത്യമായ സംഖ്യ മറന്നുപോയി. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അവിടെ നമ്മൾ ഈ ഡോളർ പതുക്കെ കുറയുകയും അവിടെ ഇന്ത്യൻ രൂപ കയറുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് അപകടമാണ്. ഈ ഡോളറുമായിട്ടുള്ള വിനിമയത്തിലാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഡോളറിനെതിരെ ഇപ്പോൾ ഏതാണ്ട് 88 or 89 രൂപ ഒരു ഡോളറിന് ഉണ്ട്. അപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നു. ഈ രൂപയുടെ മൂല്യം ഇടിഞ്ഞോട്ടെ, അത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്താൽ സാധനങ്ങൾ നൽകാൻ ആളുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ഭയപ്പെടുന്നത്? ഇന്നിപ്പോ ഈ ഡോളറും പെട്രോളിനും ഒക്കെ അപ്പുറത്തേക്ക് സ്വർണം വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വർണത്തിന്റെ കരുതൽ ശേഖരം ഇപ്പൊ നമുക്ക് ഏതാണ്ട് 800 ടൺ സ്വർണം നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് ഇവിടെ ഖജനാവ് കമ്മിയായി ഡിഫിസിറ്റ് വന്ന് സ്വർണം കൊണ്ട് നമ്മൾ ബ്രിട്ടന്റെ ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഇവിടേക്ക് നമ്മൾ പണം കടമെടുത്തത് നരസിംഹറാവുവിന്റെ കാലത്ത്. അല്ലേ, എത്ര ടൺ സ്വർണമാണ് കൊണ്ടുപോയതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കാലത്ത് നിന്ന് നമ്മൾ വളരെ മാറി പുരോഗമിക്കുകയും ഇന്ന് സ്വർണത്തിൻ്റെ ഒരു വലിയ കരുതൽ ശേഖരം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇന്ന് നമുക്ക് കൈവശം വയ്ക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. അത്രയും വലിയ മാറ്റം നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇന്ത്യയുമായിട്ട് അങ്ങനെ പെട്ടെന്ന് ഉടക്കി പിരിഞ്ഞ് വലിയ അടിവെച്ച് പോകാൻ സാധിക്കില്ല. കാരണം പരസ്പരം സഹകരിക്കേണ്ടുന്ന 2 രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും. അവിടെ ഈ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ആവശ്യം ഇതൊക്കെയാണ്. ഇത് നടത്തി കൊടുക്കുമെങ്കിൽ ട്രംപ് ഹാപ്പി, വീണ്ടും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മോദിയെ കെട്ടിപ്പിടിക്കും. പക്ഷെ നമുക്കത് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ട്രംപിൻ്റെ വിരട്ടലും ട്രംപിൻ്റെ ഈ പുകഴ്ത്തലും ട്രംപിൻ്റെ ഭീഷണിയും ഒക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ട്രംപ് നാളെ ഒന്ന് കരഞ്ഞപേക്ഷിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ഈ വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്നതിൽ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും.